എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം 1200 ആണ്ട് വൃശ്ചിക മാസം ധനുക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന 2 നക്ഷത്രങ്ങളാണ് ധനുക്കൂറിലുള്ളത്. അവർക്ക് നമുക്ക് ഈ മാസം എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് അവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എപ്രകാരമാണെന്ന് നോക്കാം. ജനുവരി മാസത്തോടുകൂടി ഈ രാശിക്കാർക്ക് അതിനു മുൻപ് 2023 മുൻപറയിലേക്ക് 7.5 വർഷമായി തുടർന്നിരുന്ന 7.5 ശനി എന്നൊരു ദോഷം അവർക്ക് നീങ്ങി 2023 ജനുവരി മാസത്തിലാണ് അവർക്ക് ഒരാശ്വാസം ലഭിക്കുന്നത്. 2023 ജനുവരിയിൽ 7.5 ശനി തീരുകയും ശനി രാജയോഗ സ്ഥാനമായിട്ടുള്ള 3 ശനി മുടിവെച്ച് വാഴുമെന്ന് പറയുന്നു, മുടിചൂടി വാഴുമെന്ന് പറയുന്നു. അത് നമ്മുടെ ഇന്നത്തെ കാലവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങൾ അതൊക്കെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല, നമുക്ക് അങ്ങനെ ഒരു വാഴ്ച ഇല്ലല്ലോ, ജനാധിപത്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ കാലാനുസൃതമായിട്ട് ചിന്തിക്കണം. കുറച്ച് പദവിയും അംഗീകാരവും ഒക്കെ സമൂഹത്തിൽ വിലയുള്ള സമയമൊന്ന് നമുക്കതിനെ കാലാനുസൃതമായിട്ട് മാറ്റി എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു സമയം 2023 ആരംഭിച്ചു. അതിന് തുടർച്ചയായിട്ട് 2023 ഏപ്രിൽ 22 വ്യാഴം കൂടി 5ാം ഭാവത്തിലേക്ക് പൂർവ്വപുണ്യ സ്ഥാനമായ 5ലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ രാശിക്കാർക്ക് ശനിയും വ്യാഴവും നല്ല ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നൊരവസ്ഥ വന്നു. അപ്പോൾ 23 ഏപ്രിൽ മുതൽ 24 ഏപ്രിൽ വരെയുള്ള ഒരു വർഷം മുഖപ്രസാദം വർദ്ധിക്കുക, അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുക, കുടുംബത്തിൽ നല്ല ചടങ്ങുകൾ, വിവാഹം കഴിക്കാതിരുന്നവർക്ക് വിവാഹം നടക്കുക, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ മക്കളുടെ വിവാഹം നോക്കിയിരിക്കുന്ന മക്കളുടെ വിവാഹം നടക്കുക, കുടുംബത്തിൽ ഐശ്വര്യവും പുണ്യവും സുഹൃത്തുപരമായ കർമ്മങ്ങൾ നടക്കുക, എല്ലാവരും കുടുംബാംഗങ്ങളും കാരണവരൊക്കെ ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള മനഃപ്രസാദകരമായ പല കാര്യങ്ങളും നടന്നു കാണണം. പ്രണയ സാഫല്യം ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് ചിരകാല അഭിലാഷങ്ങൾ പൂവണിയുക, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ധനുരാശിക്കാർക്ക് 2023 ഏപ്രിൽ മുതൽ 24 മെയ് വരെയുള്ള സമയത്ത് ഉണ്ടായി കാണണം. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ രാശിക്കാർക്ക് ഒരു 2024 മെയ് മാസത്തെ ആരംഭത്തോടുകൂടി വ്യാഴം ഋണരോഗ ശത്രുസ്ഥാനമായിട്ടുള്ള 6ലേക്ക് പകരുമ്പോൾ ഒരു ദോഷം അവിടെ സംഭവിക്കുന്നു. അതായത് വ്യാഴത്തിൻ്റെ മറവ് സ്ഥാനങ്ങൾ, ദുസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 6, 8, 12 3 പറയാം ദുസ്ഥാനമായിട്ട് തന്നെ. ശരിക്കും 6, 8, 12 പറയുള്ളൂ. 3 ഒരു മോശം ഫലമുള്ളതുകൊണ്ടാണ് 3 വ്യാഴം മുറവിൽ കൂട്ടുമെന്നൊരു ഫലം അവിടെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മറവ് സ്ഥാനത്തേക്ക് വ്യാഴം പോയി വൃശ്ചിക ഒരു വീക്ഷണം ഇല്ലാണ്ടിരിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് കാലദോഷം വരിക, മൊത്തം ഒരു കാലക്കേട് പിടിച്ചൊരു സമയത്തിലേക്ക്, പ്രത്യേകിച്ച് ഋണമാണ്, കടം വരിക, നമ്മൾ കൂടി വലിച്ച് ലോൺ എടുക്കുക, ബാങ്കുകാരുടെ തുടർ വിളികൾ വരിക, അങ്ങനെ ഒരു കടത്തിൻ്റെ ഒരു സമ്മർദ്ദം നമ്മളിലേക്ക് വരിക. നമുക്ക് ചിലപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഒരു കാര്യവുമില്ലാതെ തന്നെ നമ്മളൊരു കടമെടുത്ത് ചിലപ്പോൾ ഒരു ആവശ്യമില്ലാണ്ട് ചിലവായി കളയാനും സാധ്യതയുണ്ട്. ഒരു വീട് വയ്ക്കുക, അങ്ങനെ വാഹനം വാങ്ങിക്കുക, അങ്ങനെ പോലും അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലവായി പോവുക, പെട്ടെന്ന് ചിലവായി പോവുക, നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരിക, അത് വീണ്ടും അത് പിടിച്ച് നിൽക്കാൻ കൂടിയ വലിച്ചൊക്കെ ലോൺ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള സ്ഥിതിയൊക്കെ ഈ ഒരു 6ലെ വ്യാഴം കൊണ്ട് നമുക്ക് അങ്ങനെ നമ്മളെ ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് പെടുത്തും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലമാണ്. പിന്നെ രോഗം വരിക, എന്തെങ്കിലും തരത്തിലൊരു അസുഖം നമുക്ക് വരിക, നമുക്ക് മൊത്തത്തിലൊരു നമുക്കൊരു പെട്ടെന്നൊരു തിരിച്ചടി നേരിടുക, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമ്മുടെ ആ ഒരു ഇമേജ് ഒന്ന് കുറയുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുക, നമ്മുടെ കടക്കാരൊന്നും ചോദിക്കുക, അങ്ങനെയൊക്കെയുള്ള നമുക്കൊരു മനസ്സമാധാനമില്ലാത്തൊരവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു പോയിരുന്ന സമയമാണ് ശരിക്കും 6ൽ വ്യാഴം വരുമ്പോൾ. പിന്നെ രോഗങ്ങൾ വരിക, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരിക, നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്തും ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുമായാലോ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടൊക്കെ എന്തെങ്കിലും വരച്ചിലുള്ള ശത്രുതകളോ, നമ്മളിങ്ങനെ സമ്മർദ്ദത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സമ്മർദ്ദം പുറത്തേക്കും കൊടുക്കുമല്ലോ, നമ്മുടെ ഉള്ളിലുള്ളതാണ് പുറത്തേക്കും കൊടുക്കുക. അപ്പം ഉള്ളിൽ സമ്മർദ്ദം ഉള്ളപ്പോൾ പുറത്തേക്ക് നമ്മൾ കൊടുക്കും. മറ്റുള്ളവർക്ക് നമ്മുടെ സമ്മർദ്ദം ഫീൽ ചെയ്യുമ്പോൾ അവർക്കൊരു ദേഷ്യം, ശത്രുതയൊക്കെ തോന്നാം. അങ്ങനെ ശത്രുതകൾ വരിക, രോഗം വരിക, കടം വരിക എന്ന സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ കടന്നു പോയിരുന്നത്. 2024 ഒരു ഏകദേശം ഏപ്രിലോടുകൂടി, മെയ് മുതൽ തുടങ്ങുന്നെങ്കിൽ പോലും ഏപ്രിലോടുകൂടി ആ ഒരു മോശം ഫലം ആരംഭിച്ചു കാണണം ഇവർക്ക്. എങ്കിൽ പോലും ശനിയുടെ സ്ഥിതി ഉള്ളതുകൊണ്ട് ജൂൺ അവസാനം, ജൂലൈ ആദ്യം വരെ കുഴപ്പമില്ലാണ്ട് പോയി. ജൂലൈ ആദ്യത്തോടെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂലൈ ആദ്യത്തോടെ
ശനിയും വക്രഗതിയിൽ പോയി. 3-ൽ രാജയോഗപ്രദനായിരുന്ന ശനി വക്രത്തിൽ പോയപ്പോൾ 7ര ശനിയുടെ ഫലങ്ങളെ പറയണം. അപ്പോൾ 7ര ശനിയുടെ ഫലമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ രാശിക്കാർ. 7ര ശനിയുടെ ഒരു ഫലം വരും നമുക്ക്. അപ്പോൾ അതിചാര ഇത് വക്രത് പൂർവ്വരാശി എന്ന്, പൂർവ്വരാശി 7ര ശനിയുടെ രാശിയാണ്. അപ്പോൾ മകരത്തിൽ നിൽക്കുന്ന ശനിക്ക് 7ര ശനിയുടെ ഫലമാണ് പറയേണ്ടത്. അപ്പോൾ 7ര ശനിയുടെ അല്ലെങ്കിൽ പാപന്മാർക്ക് വക്രം നല്ലതുമല്ല, അപ്പോൾ അതുകൊണ്ടിട്ട് ദോഷം തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ജൂലൈ മുതൽക്ക് ഇങ്ങോട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഇപ്പം നമ്മൾ നവംബർ പകുതിയാണല്ലോ, ഒക്ടോബർ വരെയൊക്കെ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെയുള്ളൊരു സമയം, ഒക്ടോബറിൻ്റെ ഒരു ആദ്യ പകുതി വരെയൊക്കെ ഒരു 2-3 മാസക്കാലം കടുത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കണം, സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട്. ഒരു അവസ്ഥ, ഒരു മനസ്സമാനം ഇല്ലാത്തൊരവസ്ഥ, എവിടെയും ഒരു സുഖം കിട്ടാത്തൊരവസ്ഥ. കാരണം ശനിയും വ്യാഴം ഒരുമിച്ച് മറയുമ്പോൾ നമുക്ക് എല്ലാ രംഗത്തും തിരിച്ചടികൾ തന്നെയായിരിക്കും. ജോലിയിലൊക്കെ നല്ല സമ്മർദ്ദം ഉണ്ടാവുക, ബുദ്ധിമുട്ടുകളുണ്ടാവുക. നമുക്ക് സ്വയം ഒന്ന് ഈശ്വരായി ഞാനിപ്പോൾ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒരിടത്തും പോയാലോ എന്ന് ചിന്തിച്ചാലും ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് കടം വരുമ്പോൾ നമുക്ക് ഒരു സമ്മർദ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കടവും സാമ്പത്തികമൊക്കെ ഒരുപാട് പൈസകളൊക്കെ വരുമ്പോൾ നമുക്കൊരു ആ ഒരു പോസിറ്റീവായിട്ട് കാര്യങ്ങളെ ചിന്തിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. ഉദാഹരണം ഒരു ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഒരു 6-7 മാസം കഴിഞ്ഞത് ഇവരുടെ അത്ര നല്ല സുഖകരമായിരുന്നില്ലെങ്കിൽ പോലും ഒക്ടോബർ 9-ാം തീയതി വ്യാഴം വക്രഗതിയിൽ പ്രാപിച്ചപ്പോൾ ഈ രാശിയിൽപ്പെട്ട പലർക്കും, ഞാൻ വക്രഗതിയുടെ വീഡിയോസിൽ പറഞ്ഞിരുന്നു, ഭാഗ്യാനുഭവങ്ങളുടെ തുടക്കമാണെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ചാനലിൽ 2 പേർക്ക് ലോട്ടറി അടിച്ചതായിട്ട് അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യ നമ്പർ എടുക്കുന്ന സിസ്റ്റം അനുസരിച്ചിട്ട് എടുത്ത ആൾക്കാർക്കാണ് ലോട്ടറി അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ്. കാരണം ഇവർക്കൊരു ലക്ക് വരുന്നത് വ്യാഴം വക്രത്തിൽ പോകുമ്പോൾ 5ൻ്റെ ഫലങ്ങൾ വരും എന്ന് മാത്രമല്ല, അത് തുടക്കം മാത്രമാണ് ആ സമയത്ത്, ഒക്ടോബർ 9-ാം തീയതി. ഇപ്പോൾ ഈ മാസം വൃശ്ചികമാസത്തിൻ്റെ ആദ്യം നവംബർ 15-ാം തീയതിയോട് കൂടിയിട്ട് ശനി വക്രഗതി വെടിഞ്ഞ് നേർഗതിയിലായി. അപ്പം 3-ലെ ശനി രാജയോഗപ്രദനാണ്, 5-ലെ വ്യാഴത്തിൻ്റെ ഫലം പൂർവ്വപുണ്യസ്ഥാനത്തുള്ള ഫലമാണ്. അപ്പോൾ അത് വളരെ നല്ല സമയമാണ് അവർക്ക്. അപ്പോൾ ആ സമയം ഭാഗ്യം തേടിയെത്തുന്നൊരു സമയമാണ്. എന്ന് മാത്രമല്ല, ബുധൻ ഇവരുടെ 12-ാം ഭാവത്തിൽ വക്രഗതിയെ പ്രാപിക്കുന്നതും ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും. അങ്ങനെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന പല രീതിയിലുള്ള ഇത് ഇവർക്ക് വരുന്നുണ്ട്. ജന്മരാശിയിലേക്ക് ശുക്രൻ പകരുന്നു. ശുക്രൻ ജന്മരാശിയിലേക്ക് വരുമ്പോൾ കുടുംബത്തിൽ നല്ല രീതിയിലുള്ളൊരു അന്തരീക്ഷം സംജാതമാകും കുടുംബത്തിൽ. അപ്പോൾ ശുക്രൻ്റെ സാന്നിധ്യം ജന്മരാശിയിൽ, ബുധൻ വക്രഗതിയിൽ 12-ാം രാശിയിൽ, പിന്നെ അതുപോലെ തന്നെ വ്യാഴം പൂർവ്വപുണ്യസ്ഥാനം സുഹൃതസ്ഥാനമായിട്ടുള്ള 5-ൽ, അപ്പോൾ പിന്നീട് ശനി രാജയോഗപ്രദനായിട്ട് 3-ൽ നിൽക്കുന്നു. ഇനി അത് മാർച്ച് 29 വരെ 3-ൽ നേർഗതി തന്നെയാണ്. അപ്പോൾ അതൊരു ഉറച്ച ഗ്രഹസ്ഥിതിയാണ്. അത് നമുക്ക് ഒരു നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്, ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് ശനി ഈ നവംബർ 15-ാം തീയതി മുതൽ നൽകുന്നത്. നവംബർ 15-ന് മുൻപ് പല വ്യക്തികൾക്കും മാറ്റങ്ങളുണ്ടായിട്ട് ചാനലിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലർക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും ജാതകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. എല്ലാവർക്കും ഈ ഗോചരഫലങ്ങൾ 100% വരണമെന്നില്ല. ഒരു 90% ഒക്കെ ഇവർക്ക് വരും. കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം 90% പേർക്കും ആ അനുഭവങ്ങൾ വന്നു, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ മാറ്റങ്ങൾ വരാതിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നവംബർ 15-ൻ്റെ ഈ വൃശ്ചിക മാസത്തോടുകൂടി മാറ്റം വരും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഒരു ഭാഗ്യമുള്ള സമയമാണ് വരുന്നത്. എല്ലാ രംഗത്തും ഭാഗ്യവും വിജയവും, നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും വിജയിക്കുന്നത് ശനി. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ കാരകത്വം മുഴുവൻ വ്യാഴത്തിനാണ്. ദൈനംദിന ആഹാരം, വസ്ത്രം, പാർപ്പിടം, ജോലി, സമ്പത്ത് എല്ലാം തന്നെ നമുക്ക് മുടങ്ങാതെ കിട്ടുന്നത് വ്യാഴപ്രസാദം കൊണ്ടാണ്. ശനി ഇതിനെയൊക്കെ എല്ലാ അനുഭവങ്ങളെയും, നമ്മുടെ തൊഴിൽപരമായ അനുഭവങ്ങളെയും ഒക്കെ ശനി, നമ്മുടെ കരിയറിനെയൊക്കെ ശനി സ്വാധീനിക്കും. അപ്പോൾ ശനിയുടെ വക്രത്തിൽ നിന്ന് 7ര ശനി ദോഷത്തിൽ ചെയ്ത ശനി ഈ രാശിക്കാർക്ക് നവംബർ 15-ാം തീയതി മുതലാണ് നേർഗതിയിൽ വന്ന് രാജയോഗത്തിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നവംബർ 15-നാണ് കൂടുതൽ സാധ്യത നിങ്ങളുടെ ഭാഗ്യപരീക്ഷണങ്ങൾക്കെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ ഭാഗ്യപരീക്ഷണങ്ങൾ തുടരുക. പിന്നെ അപ്പോൾ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം. ഇതൊക്കെയാണ് ജ്യോതിഷപരമായിട്ട് ഈ ഒരു രാശിക്കാർക്ക് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ബുദ്ധിമുട്ടുകളും കടങ്ങളൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ കാരണമാണ് ഞാൻ വ്യക്തമാക്കിയത്. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ ഇപ്പോൾ നവംബർ 15 പൂർണ്ണമായിട്ടൊരു പരിഹരിക്കപ്പെട്ട് നല്ലൊരു ഇതിലേക്ക് ഈ രാശിക്കാർ വരും. നല്ല രീതിയിലുള്ള വിജയവും ഭാഗ്യവും നിങ്ങളെ തേടിയെത്തും. അത് പൂർണ്ണമാകുന്നത് ശനിയുടെ ഈ നേർഗതിയിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ രാശിക്കാരുടെ മറ്റ് ഫലങ്ങളൊക്കെ ഒന്ന് നോക്കാം. മറ്റ് ഗ്രഹസ്ഥിതി വൃശ്ചിക മാസത്തെ സൂര്യൻ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഭാഗ്യം കൊണ്ടു തരുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ്. ശുക്രൻ്റെ 1-ാം ഭാവം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുടുംബത്തിൽ നല്ല രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടാവുക.
ചൊവ്വ 8 നിൽക്കുന്നതുകൊണ്ടിട്ട് അത് 7 നിന്നിട്ട് ധനുവിനെ വീക്ഷിച്ചപ്പോഴാണ് നിങ്ങൾക്കൊരു സമ്മർദ്ദം ഉണ്ടായത്. കഴിഞ്ഞ ഒരു ഒക്ടോബർ 21 മുമ്പുള്ള ഒരു 2 മാസം സമ്മർദ്ദം കടുക്കുന്നതിന് കാരണം ചൊവ്വയുടെ വീക്ഷണമായിരുന്നു. അത് ആ രാശി മാറി 8-ലുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊരു സമ്മർദ്ദത്തിന് സാധ്യതയുണ്ട്. അത് അത്ര കാര്യമാക്കാനില്ല. ബുധൻ്റെ വക്രം 12-ൽ നിൽക്കുന്നത് നമ്മുടെ ഭാഗ്യാനുഭവങ്ങളെ നമുക്ക് തുടങ്ങിയിരുന്ന ഭാഗ്യാനുഭവങ്ങളെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ബുധൻ്റെ വക്രം 12ാം ഭാവത്തിൽ വരുന്നത് നമ്മുടെ ഭാഗ്യാനുഭവങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു കാരണമാണ് ജ്യോതിഷപരമായിട്ടുള്ളത്. 10ാം ഭാവമായിട്ടുള്ള കന്നിരാശി നിൽക്കുന്ന കേതുവിൻ്റെ ഒരു കർമ്മത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ഒരു മോശം എഫക്റ്റുകൾ ഈ മാസം മറ്റ് ഗ്രഹസ്ഥിതികളുടെ ആനുകൂല്യം കൊണ്ടിട്ട് കുറയും. വക്രത്തെ ചെയ്ത് നിൽക്കുന്ന വ്യാഴം ആ കേതുവിനെ വീക്ഷിക്കുന്നുണ്ട്, വക്രഗതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വീക്ഷണം കൊണ്ട് കേതുവിൻ്റെ ദോഷങ്ങൾ നമ്മളെ ബാധിക്കില്ല. 4-ൽ നിൽക്കുന്ന സുഖസ്ഥാനവും കുടുംബസ്ഥാനവും വാഹനം മാതാവൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന 4 എന്ന ഭാവത്തിൽ നിൽക്കുന്ന രാഹു നമ്മളുടെ നല്ല രീതിയിലുള്ള ഒരു ലക്ഷൂറിയസ് ആയിട്ടോ സുഖകരമായിട്ടൊരു ജീവിതം നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് രാഹു നമ്മളെ സഹായിക്കും. ശനിയുടെ നേർഗതി നവംബർ 15-ന് വന്നു എന്നുള്ളതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ജ്യോതിഷപരമായിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റം. അപ്പോൾ അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും നിങ്ങളെ തേടിയെത്തും. ഈ മാസം വൃശ്ചിക മാസം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു നല്ല മാസമായിട്ട് മാറാനുള്ള ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ജാതകപരമായിട്ട് ചില വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഈ ധനുവിലുള്ള എല്ലാവർക്കും ഒരേപോലെ എക്സൈറ്റ് ഭരിക്കണമെന്നില്ല. ഒരു 80-90% വരെയൊക്കെ ഈ ഫലങ്ങൾ ജ്യോതിഷപരമായിട്ട് അത് നിങ്ങൾ ഭരിക്കേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അത് നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗ്യത്തെയും നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അത് വിജയത്തിലും ഭാഗ്യത്തിലും അവസാനിക്കുന്നൊരു കാലമാണ് ഇനി അങ്ങോട്ട് വരുന്ന ഒരു 2.5-3 മാസത്തോളം വരുന്ന സമയം, ഫെബ്രുവരി 4-ാം തീയതിയുള്ള. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിന് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഈ ചാനൽ ഷെയർ ചെയ്യുക. സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ചാനലിൽ തരിക. അപ്പോൾ ധനുരാശിക്കാർക്ക് ജഗദീശ്വരൻ മഹാലക്ഷ്മി ദേവി എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സകല ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.